ഹായ് ഗൈസ്, ഐ എം ബാക്ക്. ഗൈസ്, നിങ്ങളല്ലേ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള ഒരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ മാജിക്. അന്ന് ഞാൻ 1ാം ക്ലാസ് മുതൽ 5, 6 ഒരു 7, 8ാം ക്ലാസ് വരെ എനിക്ക് മാജിക് എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വേറെ കുറെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര കുറവായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കുത്തിരിഞ്ഞ് സ്ക്രോൾ ചെയ്ത് തോണ്ടിയിട്ട് കണ്ട എന്റെ പുയ്പു അപരാധോ പിന്നെ കുറെ ഷഡ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ഡാൻസു ഇതെല്ലാം ഇപ്പൊ കാണാൻ ആൾക്കാർക്ക് താല്പര്യം. ഈ സ്റ്റേജ് മാജിക് ഷോയും സ്ട്രീറ്റ് മാജിക് ഷോയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രീറ്റ് മാജിക് ഷോക്ക് നമുക്ക് 360, അതായത് അയാൾ എന്തൊക്കെ കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് കാണിക്കാം. പക്ഷെ സ്റ്റേജിൽ നിന്ന് അങ്ങനെയല്ല. സ്റ്റേജിൽ പല ഉടായ്പും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആകെ മുന്നിൽ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് സിമ്പിൾ ആണെന്നൊക്കെ നമ്മൾ അങ്ങ് ചിന്തിച്ചു. സ്ട്രീറ്റ് മാജിക് അങ്ങനെയല്ല, കണ്ടു കഴിഞ്ഞാൽ വായി പൊളന്നു. ഇതെങ്ങനെ? അങ്ങനെയുള്ള കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് സ്ട്രീറ്റ് മാജിക് ആണ്. അവിടെ ഒരു ബുക്ക് എടുത്ത് ബുക്ക് മൊത്തം കാലിയാണ്, ചെറിയ ചെറിയ പിക്ചർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നോക്കിയാ ഫുള്ള് വരച്ചിട്ട് ഇപ്പൊ നോക്കിയാലും ഫുള്ള് ചിത്രം. അത് തിരിച്ചു നോക്കുമ്പോ വേറെ ചിത്രം. ഇപ്പൊ നോക്കിയാൽ ഇല്ല, ഒന്നുമില്ല. ആകെ 1-2 സെക്കൻഡാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവരെങ്ങനെയാണ് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത്? കാരണം എല്ലാ മാജിക്കിനും എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മാജിക് കാണാൻ പിന്നെ വലിയ രസം ഉണ്ടാവില്ല. നമ്മൾ ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നല്ലേ. നിങ്ങൾ ഇത് നോക്കി, ആകെ 1-2 സെക്കൻഡ് കൊണ്ടാണ് ആള് ഇവിടെ എവിടെയാണ് ഇത് മാറ്റാനുള്ള ട്രിക്ക്, എന്താണ് ഇവിടെ യൂസ് ചെയ്തത്? ഫസ്റ്റ് പേജിൽ ഒന്നുമില്ല, ഇങ്ങനെ മറിച്ചിടുമ്പോ ഒന്നുമില്ല. രണ്ടാമത് അങ്ങനെ തന്നെയാണ് അയാൾ മറിച്ചിടുന്നത്. നമുക്ക് കുറെ ചിത്രങ്ങൾ വന്ന് സാധാ ഒരു ബുക്ക്. ഇതാ ഞാൻ പറഞ്ഞ സ്ട്രീറ്റ് മാജിക്. അതായത് വലിയ സ്റ്റേജിലുള്ള ആൾക്കാർ മാജിക് ചെയ്യുന്നതിനെ അവർക്ക് പോലും വെല്ലുവിളി ആയിട്ടിരിക്കുന്ന കുറെ സ്ട്രീറ്റ് മാജിക് ഷോ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തൊട്ടടുത്ത് നിന്ന് നിർത്തിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവരെന്താ ചെയ്യുന്നത്. എന്നാ കൂടി ഇവന്മാരെ ട്രിക്ക് നമുക്ക് മനസ്സിലാവൂല. ന്യൂസ് പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ന്യൂസ് പേപ്പറിന്റെ. ഇത് ഞാൻ വിചാരിക്കുന്ന സാധനം തന്നെയാണ് തോന്നുന്നത്. അതായത് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഫുള്ള് കീറുമായിരിക്കും, എന്നിട്ട് കീറിയിട്ട് മടക്കിയിട്ട് പിന്നെ തുറക്കുമ്പോൾ അത് ഒന്നും കീറിയിട്ടുണ്ടാവില്ല, പഴയ പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അയാൾ ഒറ്റയടിക്ക് കീറി. ഇതേതോ ഫുഡിന്റെ സ്ഥലത്തായിട്ടാന്ന് തോന്നുന്നത്. ഓക്കെ, രണ്ടാമത് കീറിയേ. നമ്മളെ മുമ്പെന്നാ കീറുന്ന ശരിക്ക് കാണുന്നുണ്ട്. ചെരിച്ച് കീറി, അവിടുന്ന് അങ്ങനെയും കീറി. ലൈക്ക് ഇതിനെ 4, 5, 6 പീസാക്കിയിട്ട് കീറിയിട്ടുണ്ട്. അവിടുന്ന് കീറി. ഓക്കെ, അതും കീറി മൊത്തത്തിൽ കീറി. ഓക്കെ, കീറിയ പീസ്. ഓക്കെ, ഫുള്ള് കീറിയേ. എന്റെ മോന്, അതെങ്ങനെടാ? എനിക്ക് പണ്ട് മുതലേ എനിക്ക് മാജിക് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എല്ലാത്തിന്റെ അത് എങ്ങനെയാന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇത് നോക്കിക്കേ ഗൈസ്, ഇയാളെ കയ്യില് ആ സെയിം ന്യൂസ് പേപ്പർ കീറിയത്, ഒരു മാറ്റവും ഇല്ല. പിന്നെ അതിന്റെ അഥവാ കീറിയ പീസ് കയ്യിൽ എങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും പീസ് അത്ര തടിയുണ്ട്. ഇത്ര തടിയുള്ള സാധനം എങ്ങനെ അവർ കയ്യിൽ സോ മെനി ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഈ മാജിക് കാണുമ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. ചിലപ്പോൾ കൈൻ്റെ ഉള്ളിൽ, കൈൻ്റെ ഇവിടെ അതിങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടാവും, വേറെ ന്യൂസ് പേപ്പറൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ചെന്നാ കൂടി ഗൈസ്, ഇവർ ഈ മാജിക് ഷോ കാണിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്പീഡ് ഉണ്ട്. നമ്മളെ മൈൻഡിനെയും നമ്മളെ വിഷൻസിനെയും ഭയങ്കരമായിട്ട് കബളിപ്പിച്ചിട്ടാണ് ഇവർ മാജിക് നമ്മള് ആസ്വാദകരമാക്കുന്നത്. ഞാൻ മലയാളം മീഡിയം പഠിച്ചോണ്ട് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ എന്റെ വായിൽ വരുന്നത്, വർണ്ണിച്ചു കൊണ്ട് കാണിച്ചു തരുന്നത്. നമ്മളെ മൈൻഡും കണ്ണും കണ്ട് രണ്ട് കണ്ണ്
നമ്മൾ എത്ര ഇതാക്കി കോൺസെൻട്രേറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ ഇവർ ഏതിലെങ്കിലും കൂടി അതിനെ മാറ്റിക്കളയും. അയാളൊരു ഡോളർ തിരിച്ച് ഒരു ചൂയിങ് ആക്കിയടത്. ഓക്കെ എടുത്തോന്ന് പറയുന്നുണ്ട്. ഓന്റെ ഡോളർ നേരെ ചൂയിങ് കഴിയും. അത് കൊടുത്തെന്നിട്ട് ഇങ്ങനെ കണ്ട നമുക്ക് നമ്മുടെ കണ്ണിനെ അത് കബളിപ്പിക്കുവാണ്. ഞാൻ പണ്ട് അതായത് 1 മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ വിചാരിച്ചു ശരിക്കും ഈ മാജിക് ഷോ കാണിക്കുന്ന ആൾക്കാർക്ക് എന്തോ ശരിക്കും ഒരു കഴിവുണ്ട്. അതായത് ശരിക്കും ഇവർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സാധനം അപ്പടി ഇങ്ങനെ വരും ടൈപ്പ് ഓഫ് എന്തോ ഒരു കഴിവുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ഇതിനൊക്കെ ട്രിക്ക് യൂസ് ചെയ്തിട്ടാന്ന് മനസ്സിലായത്. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ അപ്പടും $5000 വരുന്ന കൈവൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ മാജിക് ഷോ ഇവിടെ നാട്ടിൽ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വാങ്ങിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഒരു 500 രൂപ എടുത്തിട്ട് 500 ഡബിളാക്കി, പിന്നെ അടുത്ത 500 ഡബിളാക്കി, പിന്നെ അടുത്ത 500 ഡബിളാക്കി പൈസക്കാരായിട്ട് ജയിച്ചൂടെ. എന്തിനി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറയും. പക്ഷെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നതിലേക്ക് ഇവിടുന്ന് അത് എന്തെങ്കിലും ആക്കി മാറ്റിയിട്ടുണ്ടാവും. अपने दोनों हाथ ऐसे कैमरा पे देखो, कुछ नहीं है परफेक्ट. ഒരു പെണ്ണ് അവളെ 2 കൈ കാണിച്ചു കൊടുത്തേ. 2 കൈ കാണിച്ചു കൊടുത്തിട്ട് ഒരു കൈ പൂട്ടാൻ പറ. നമ്മൾ സൂക്ഷിച്ചു നോക്കണം. राइट हैंड को ऐसे स्ट्रेट करो. ओके ഒരു കൈ തുറക്കാൻ लेफ्ट हैंड को ऐसे पीस बना के रखो, हल्का सा साइड कर लेना. वॉच ആ കൈ हम लोग तुम्हारे हाथ पे कुछ ड्रॉ कर रहे हैं. മാറ്റി വെച്ചിട്ടുണ്ടോ? തൊട്ടിട്ടൊന്നും ഇല്ലേ? ഈ കൈയിൽ ഒരു एक एक्स മാർക്ക് ചെയ്ത് इमेजिन करो ये तुम्हारा एक्स है. അവളെ എക്സിനെ ഓർക്കാനാണ് പറയുന്നത്. अगर मैं चाहूं ना तो इस एक्स को तुम्हारे हाथों से निकाल के എന്തോ പറഞ്ഞിട്ടുണ്ട്. उनका एक्स मैं उनके हाथों से निकाल के ना उनकी मुट्ठी में डाल सकता हूं. अपना हाथ खोलना. ഇപ്പുറത്തിട്ട് അപ്പൊ ഈ എക്സ് ഇപ്പുറം വന്നാ എടാ എക്സ് ഇപ്പുറം വന്നടാ. ഹൗ ഗൈസ് നിങ്ങൾ നോക്കിയേ ആ വീഡിയോ ആണ് ഒന്നുകൂടി ബാക്ക് അടിച്ച് ഇങ്ങനെ നോക്കി. ഓന് ഇവിടെ പിടിക്കുന്നുള്ളൂ, ഇവിടെ ഒന്നും തൊടുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എക്സ് വരച്ച സാധനം ഇവിടെ വന്ന് എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അത് എങ്ങനെ അവൻ അവിടെ എക്സ് വരുത്തിച്ചിട്ടുണ്ടാവൻ എന്നുള്ളത്. ഇതാണ് നമുക്ക് മാജിക് എപ്പോഴും ഒരു ഹരമാക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാജിക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോഴും മാജിക് ഷോ പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം ഗൈസ്. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ കാർഡിന്റെ ഒരു മാതിരി മാജിക്കാ മോനെ. ഏതൊരു കാർഡ് എടുക്കാൻ പറഞ്ഞേ. ഓക്കെ കാർഡ് മറ്റേ ഒരു ബ്ലാക്ക് ഡയമണ്ട് ആണ്. അതേതാ ഞാൻ നമ്പർ കണ്ടിട്ടില്ല മര്യാദക്ക്. ഓക്കെ ആ കാർഡാണെന്നാണ് പറയുന്നത്. ഒക്കെ വേറെ ഏതോ ഒരു കാർഡ് എടുത്തിട്ട് ആ കാർഡ് ആ പെണ്ണുങ്ങളെ കൈമ കൊടുത്ത് മറ്റേ കാർഡ് അവൻ്റെ കൈമ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിലിട്ട് ആ കാർഡ് ഇതാക്കി. ആ കൊടുത്ത കാർഡ് ആ കാർഡായി. ഇവരെ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ മോനെ. അതായത് നമ്മളെ മൈൻഡിനെ നമ്മളെ ഫോക്കസിനെ അപ്പടങ്ങ് മാനിപ്പുലേറ്റ് ചെയ്താളി. പണ്ട് ഞാൻ ഇതേപോലെ കാർഡ് മാജിക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്രേസ് ആയി. ആ കാർഡ് മാജിക്കിനെക്കാട്ടും കൂടുതൽ പഠിക്കേണ്ട ആദ്യം ഷഫളിങ് ആയിരുന്നു. ഒറ്റ കൈ കൊണ്ട് ഷഫളിങ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് രണ്ടും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ആ കാർഡ് മായിച്ചിട്ട് ഷഫള് പോയിട്ട് ഒരു തേങ്ങ ഒലിച്ച് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കാർഡ് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും. എന്നിട്ട് അത് പൊട്ടിക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ട്രെയിൻ പോലെ ആക്കിയിട്ട് ഇങ്ങനെ കാർഡ് വെക്കും. എന്നിട്ട് ഊതിയിട്ട് ഒന്ന് തട്ടുമ്പോ അതെല്ലാം കൂടി ഇങ്ങനെ പോയിട്ട് വന്നില്ലേ. എന്നിട്ട് ആ കാർഡ് മൂലക്കിട്ട് എല്ലാം കൂടി ഇട്ട് ഉമ്മ മറ്റേ വിറക് കത്തിക്കുന്നവരെ അതിന്റെ ഒപ്പം ഇട്ട് എല്ലാം കൂടി കത്തും. നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് വായിക്കാത്ത് അതെടുത്ത് തിരിച്ചിട്ട് അതെനിക്കറിയില്ല. ഇത് കുറച്ച് പണ്ടുള്ള മാജിക് ആണ്. രണ്ടാളും ഒത്ത് കളിച്ചാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ആ ലൈറ്റ് ഇങ്ങനെ അറിയത്തില്ല, എനിക്കറിയാൻ പാടില്ല. അത് കണ്ടടാ കാർഡ് Say stop, sir, and then pick one card. Okay, stop. Pick one, remember, don't show it to me. Your card in the middle. Sir, divide to 3. Where do you want to see your card? This one anywhere? I would say here, remember? Is your card, sir? No. Hold the 8 of diamond. Hold it, sir. Okay. Card and shake it. This your card? No. 8 of diamond? No. Open it. ഇങ്ങനെയാണ് അത്. എനിക്ക് ഞാനത് ഫോക്കസ് ചെയ്തിട്ട് പോലും എനിക്ക് ചിലത് മനസ്സിലാവുന്നില്ല. അത് എവിടുന്ന് അത് അവരെ മാറ്റിട്ടുണ്ടാവാന് ചെറിയ എന്തെങ്കിലും ട്രിക്ക് ആയിരിക്കും ഗൈസ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പോയി. അയ്യേ ഇത് ഇങ്ങനെയായിരുന്നു. അയ്യേ അത് ഇത്രയും സിമ്പിൾ ആയിരുന്ന. നമുക്ക് ഒരു മാജിക് കാണാം. ഇതിന്റെ ഒറിജിനൽ ട്രിക്ക് എന്താ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഭയങ്കര അതിശയായിട്ട് തോന്നും. പക്ഷെ അതിന്റെ ട്രിക്ക് ശരിക്കും എന്താന്ന് ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ട്. ഓക്കെ കോയിന് ഗ്ലാസിന് മുകളിൽ വെക്കുമ്പോ ഉള്ളിൽ കോയിന് വരുവാണ്. ഓക്കെ ഇവൻ കാണിച്ചു തരാം എന്താ ട്രിക്ക് എന്നുള്ളത്. ആക്ച്വലി ഒരു കോയിൻ എടുത്തിട്ട് കോയിന് കയ്യിൽ വെച്ചതിന് ശേഷം
ഗ്ലാസ്സിലിട്ടരെ കണ്ട മോളിലിട്ടരെ ഉള്ളിൽ വന്ന്. അപ്പൊ അതിന്റെ ട്രിക്ക് എന്താന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അതിന്റെ ട്രിക്ക് നോക്കാം. ഓ, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടുന്ന് അത് ജമ്പ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് തെറിച്ച് വരും. അങ്ങനെ ഒരു സംഭവമാണ് അത്. അപ്പൊ ഈ കോയിന് കയ്യിൽ വെക്കുന്ന പോലെ ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇതാക്കുക. അതായത് കോയിൻ കയ്യിൽ വെക്കുന്ന പോലെ ആക്കിയിട്ട് ഇത് കണ്ട നമ്മള് സ്പീഡാണ്. അതായത് അടിക്ക് ഇട്ട് കൈക്ക്. ഇനി ആ ഗ്ലാസിന്റെ മണ്ടക്കേക്ക് ഇങ്ങനെ അടിക്കുമ്പോ അപ്പടെ ഉള്ളിലുള്ള കോയിൻ അപ്പ് ചെയ്ത് മോളോട്ടേക്ക് വരും. സിമ്പിൾ ട്രിക്ക് ആയിരിക്കും. നമുക്കത് കാണുമ്പോ ഓ മൈ ഗോഡ്, ഇവന് കഴിവേറി, ഇവന് എന്തോ എബിലിറ്റി ഉണ്ട്. ആക്ച്വലി മാജിക് ഷോ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കഴിവ് തന്നെയാട്ടാ, അത് വേറെ കാര്യം. ഞാൻ പറയുന്ന അതല്ല, ദിവ്യശക്തി ഇല്ല, ഒറിജിനൽ ദിവ്യശക്തി. ഇങ്ങനെ ആക്കുമ്പോ ഓ മണി പൈസ പോയി. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ദിവ്യസത്യം. അങ്ങനത്തെ കഴിവൊന്നും ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക്. ഏതോ ഒരു സ്ട്രീറ്റ് മാജിക്. മൂന്ന് ये जयपुर जाएगी, हवा महल देखने, दिल्ली जाएगी, लाल किला देखने, या आगरा जाएगी, देखो ताजमहल देखने। जयपुर चली जाओ, देखो ये हवा महल देखने। जयपुर जो गया, हाथ खाली दिल्ली जाएगा। മറ്റേ ഉണ്ട് ഈ പാത്രത്തില്. अब इसमें രണ്ടുണ്ട് ഇപ്പറോ. आगरा जाओ, ताजमहल देखना, मोराइट गो ये जयपुर से പോയി. दिल्ली से आया, आगरा से ताजमहल देखकर ये बोल को डब्बे में बंद कर देंगे। हाथ खाली, ये बोल डब्बे में बंद, हाथ दोनों खाली। ये चलो आया एक मोर राइट ये गई तो होटल भी नहीं करते। ये डब्बा खाली है और इसमें देखो छेद हो रहे हैं। और इस डब्बे में देखो मैं വെള്ളം ഒഴിക്കുവാണ്. पानी भर चुका है, വെള്ളം വാനിഷായി പോവോ? डब्बा भर चुका और मैंने इस पे एक ढक्कन लगा दिया ऊपर। ढक्कन लगाया तो अब मैं नीचे करूंगा तो देखो पानी गिरेगा, गिर रहा है। मैंने इस पे जादू नहीं लगाया है, अब मैं इस पर जादू लगाऊंगा तो इस डब्बे में से एक बूंद पानी भी नहीं गिरेगा। बोलूंगा चलो पानी तो पानी चलेगा, रुको पानी तो रुकेगा। बोलेंगे चलो पानी तो चलेगा, बोलेंगे रुको पानी तो रुकेगा। बोलेंगे चलो पानी तो चलेगा, बोलेंगे रुकेगा तो पानी तो रुकेगा। बोलेंगे चलो पानी तो चलेगा। പക്ഷെ നിങ്ങൾ അവന്റെ കൈ നോക്കി എന്തോ ഞെക്കുന്നുണ്ട്. എന്തോ ഞെക്കുന്നുണ്ട്. കണ്ടിനെ കൈ കണ്ടിനെ നിങ്ങള്? ഓക്കെ, ചെക്കന് എന്തോ ഒരു കോയം കൊടുത്തിട്ട് ചാടാൻ പറഞ്ഞ് അതൊക്കെ പാന്റിന്റെ ഉള്ളിൽ നിന്ന് വീണത് രണ്ടും. ഇത് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്നത് കണ്ടിട്ട് ഈ കുഞ്ഞി കൊടയില്ലേ, കൊട, ഇതിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒരിക്കലും തീരൂല. ആ മാജിക് ഷോ ഞാൻ ഏതോ ഒരു എക്സിബിഷന് പോയാൽ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുടത്തിലുള്ള വെള്ളം ഒരിക്കലും തീരൂല. ആ മാജിക് ഷോയിലുള്ള ആള് ഇങ്ങനെ ഒഴിച്ച് കാണിച്ചു, എന്നാലും ഈ വെള്ളം തീരൂല. അങ്ങനെ അതിൽ ഫുള്ള് വെള്ളം നിറയ്ക്കുന്നുണ്ട്. പുറത്തേക്ക് വന്ന് പുറത്തേക്ക് തെറിച്ചു വെള്ളം മൂടി വെച്ചു. लोटे को मैंने बंद कर दिया है और पानी मैंने इसमें डाल दिया है। पूरा देखो लोटा भरा चुका है। मैं इस पर थोड़ा मंत्र लगाता हूँ, लोटा गिर जाएगा। लोटा खाली हो जाए, पानी गिर जाए, लोटा खाली, लोटा उतने का उतना भरा है। बोला जादूगर थोड़ा पानी छोड़ता है लोटे से, बाकी फुल वेल्लम मरचाड़ने लोटा कोई आवाज नहीं। आप सोचेंगे ऊपर करेंगे तो भर जाएगा, नहीं, लोटा बिल्कुल खाली है। अब मैं मैजिक मारूंगा, लोटा भरेगा। फंक एक, फंक दो, थोड़ा सा पानी आया, लोटा खाली होगा। लोटा खाली नहीं है, फुक तक पानी चलेगा। इस खेल का नाम बोलते हैं वाटर ऑफ इंडिया। ये देखो सर 52 घंटे देखो मैजिक करके दिखाएंगे, डांस करके दिखाएंगे। चलो भाई दिखा। ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പൊക്കെ ആയിരിക്കും മേ ബി. ഇതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തിങ്കാക്കാം. എന്തെല്ലാം ക്ലിപ്പൊക്കെ ഇട്ടിട്ട് कोई नहीं, देखो मैजिक मारेंगे, इसका 10 नोट बनेगा। ഉറപ്പ വെച്ചിട്ട് എന്തോ ആക്കിയിട്ട് लेके आओ ठोस ഉറപ്പ 10 ഉറുപ്പ്യായി. ഇവരെന്തോ ട്രിക്കാ യൂസ് ചെയ്യുന്നത്. ഇവർക്ക് ശരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു മാജിക് ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ 10 പിന്നെ നമുക്ക് 20 20 പിന്നെ 30 പണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കല്. ഇവർക്ക് എന്നാ പിന്നെ കോടീശ്വരൻ ആയിക്കൂടെ, എന്നാ എനിക്ക് മാജിക് ഷോ അല്ല മാജിക്കാരനാവണം, എന്നാ എനിക്ക് കോടികൾ ഉണ്ടാക്കും. ये देखो जादू का फूल पकड़ो, फूक मारो, എന്തോ ഒരു സാധനം കൊടുത്തിട്ട് देखो बैग में रख दिया, फुल बैग बंद। कवर जोर से मारो, ഓഹോ
സ്ട്രീറ്റ് മാജിക് കളിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയില്ല, അവരെ ചുറ്റും ഇരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയും സ്പീഡായിരിക്കും. പിന്നെ ഇവരുടെ അടുത്ത് 1-2 മാജിക് ഒന്നും ആയിരിക്കത്തില്ല, കുറെ മാജിക് ഉണ്ടാവും. എങ്ങനെ തിങ്കാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറെ ട്രിക്ക് ഉണ്ട് ഇവരെ കൈമിൽ. പല പല അപരാധങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അണഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒന്നും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല, ഇതിലൊന്നും ഇപ്പൊ വലിയ അതിശയമില്ല. ഇങ്ങനത്തെ മാജിക് പോലുള്ള നല്ല നല്ല പരമായിട്ടുള്ള കലകളൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ മൊത്തം വേളിത്തരം കഴിവേർത്തരം ഒക്കെയാണ് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.